ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവേഴ്സിൻ്റെ 2-3 എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ആ സമയത്ത് ഹീറോയിൻ ഉണ്ട് അവിടെ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. ഹീറോ ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കണേന്ന്. ഹീറോയും പറയുന്നുണ്ട്, എൻ്റെ ഓൾഡ് ഫോൺ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ആ ഫോൺ ഓൾറെഡി ആക്സിഡൻറ്റ് സമയത്ത് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്, അതാണ് ഇവൻ ന്യൂ ഫോൺ വാങ്ങി കൊടുത്തേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിന് എന്തോ ഡൗട്ട്സ് വരുന്നുണ്ട്. അതിനുശേഷം ഇവൾ ആലോചിക്കുകയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ഹീറോയിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ റിക്കവർ ആവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവൾ തിങ്ക് ചെയ്യണത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അവനാണെങ്കിൽ ഉണ്ടായിരിക്കില്ല. എന്നിട്ട് ഇവൾ വന്നിട്ട് ആ റൂമൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഡ്രോയിങ് അവൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ആണെങ്കിൽ ഒന്ന് പ്രിൻ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൾ വരുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ 2 ഡിറ്റക്റ്റീവ്സിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ഒരു മാറ്റർ ചെയ്തെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ പിറകെയാണ് ഇവർ രണ്ടുപേരും. എന്നിട്ട് പറയണേ എത്രയും കുറിച്ച് വേഗം തന്നെ നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കണ്ടെത്തണം, അവൾ നമ്മളെ മുന്നിൽ ആക്ട് ചെയ്യാണ്, അവൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, മെമ്മറി ലോസ് അല്ല എന്നൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഹീറോനെ കാണിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഒരു ബോസിനെ മീറ്റ് ചെയ്യാൻ വന്നേക്കാണ്. ഇവൻ്റെ വർക്ക്സ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവനൊരു ആർക്കിടെക്ചറാണ്. അപ്പോൾ ഈ സമയത്ത് ഇവൻ വർക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇയാളെ മീറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഈ സാറാണെങ്കിൽ പറയാണ് ഹീറോയ്ക്ക് വർക്ക് കൊടുക്കില്ല, കാരണം ഇവൻ ഓൾറെഡി വർക്ക്സ് ഒക്കെ പെയിൻറ്റിങ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കേണ്ടത്, എനിക്ക് ലാസ്റ്റ് ചാൻസ് തരാൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നന്നായിട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ബോസും പറയുന്നുണ്ട് ഓക്കെ ലാസ്റ്റ് ചാൻസ് എനിക്ക് തരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഹീറോയെ റോഡിൽ കൂടെ നടക്കുന്ന സമയത്ത് ഒരു ഡെലിവറി ബോയ് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവൾക്കാണെങ്കിൽ ഇവനെ മനസ്സിലാവണില്ല കേട്ടോ. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട്, എന്നെ ഓർമ്മയില്ലേ, നിങ്ങൾ ഡെയിലി ഒരു സ്റ്റുഡിയോയിൽ വരാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുക, നിങ്ങളുടെ ഫ്രണ്ടല്ലേ ഹേസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹീറോയിനും അവിടേക്ക് എൻ്റർ ആവുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ വന്ന് നോക്കുന്ന സമയത്ത് ഹേസുവിൻ്റെയും ഹീറോയിൻ്റെ ഒക്കെ ഒരു പിക്ചർ അവിടെ കാണുന്നുണ്ട്. അവൾക്ക് ഹേസുവിൻ്റെ പിക്ചർ കാണുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. അവൾ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഹേസ് ഇവളൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹേസ് എന്ന് പറയുന്നത് കുറച്ച് ബോൾഡ് ക്യാരക്ടറാണ്. ഇവള് പറയാണ്, ഞാൻ നിന്നെ അമ്മന്ന് വിളിച്ചോട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കുറച്ച് എൻജോയ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ തിങ്ക് ചെയ്യണത്. അതിനുശേഷം നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹീറോ ആണെങ്കിൽ അവൻ്റെ വർക്ക് ബേസ്ഡ് ആയിട്ട് ചെയ്യാണ്. അതായത് ഇവന് ലാസ്റ്റ് ചാൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇവൻ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവൻ വർക്കൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഹീറോൻ്റെ ഉള്ളിൽ ആ ബോസ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മൈൻഡിലൂടെ ഓടുന്നത് കേട്ടോ. അതായത് അവസാനമായിട്ടാണ് ഇവന് ചാൻസ് കൊടുക്കുന്നത്. നമ്മുടെ ഹീറോൻ്റെ വർക്ക്സ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണത്. അതായത് ഇയാൾ പറയുന്നുണ്ട്, നിനക്ക് ഫൈനലാണ് ഞാൻ തരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവൻ തിങ്ക് ചെയ്യണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും മനസ്സിലാലോചിക്കുന്നുണ്ട്, ഹീറോയിനെ കുറിച്ചും അവൻ തിങ്ക് ചെയ്യുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വരുന്നുണ്ട്. എന്നിട്ട് ഹേസിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടിനെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ ഫോട്ടോ നോക്കുന്നുണ്ട്. നോക്കിയിട്ടാണെങ്കിൽ ഇവൻ പറയാണ്, ഞാനിപ്പോൾ കുറച്ച് ബിസിയാണെന്ന് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല, ഇവള് നിൻ്റെ ഫ്രണ്ടല്ലേ എന്ന് പറഞ്ഞ് ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോ ഡൗട്ട്സ് നമ്മുടെ ഹീറോൻ്റെ മേൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഓക്കെ ശരി, നിങ്ങൾ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ബിസി അല്ല, നിങ്ങൾ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഡിസ്റ്റർബ് ആവില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു സൂപ്പർ മാർക്കറ്റാണ് കാണിക്കുന്നത്. അവിടെ ആണെങ്കിൽ ഒരാൾ വർക്ക് ചെയ്യുന്ന ആൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ ഒരു കുട്ടിയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ പേയ്മെൻറ്റ് ഒന്നുമില്ല. കുട്ടിയാണെങ്കിൽ ബെണ്ണൊക്കെ ഇരിക്കണം കണ്ടിട്ട് കുട്ടിക്കാണെങ്കിൽ അത് വാങ്ങണമെന്നുണ്ട്, പക്ഷേ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഈ കൊച്ചവിടെ തിരിച്ചു പോകേണ്ടി, ഇതാണെങ്കിൽ ഇയാൾ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയാണെങ്കിൽ ഇതിൻ്റെ സിസ്റ്റർ അടുത്ത് വരുന്നുണ്ട്. സിസ്റ്റർ പറയാണ്, എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് സ്നാക്സ്. അപ്പോൾ ഈ കുട്ടി പറയാണ്, എനിക്കൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് അറിയാണ് എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ആളുണ്ടല്ലോ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യേണ്ടായിരുന്നത്, ആ പേഴ്സൺ വന്നു കഴിഞ്ഞിട്ട് ഈ കുട്ടിക്കാണെങ്കിൽ ഒരു സ്നാക്സിൻ്റെ പൊതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കിട്ടുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് ഇവളാണെങ്കിൽ താങ്ക് യു പറയുന്നുണ്ട്. അതിനുശേഷം ഈ ബോയ്ക്കാണെങ്കിൽ അവൻ നോക്കിയ ബെണ്ണിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോയും താങ്ക് യു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിൽ എന്തോ മനസ്സിലാലോചിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇവളാണെങ്കിൽ നമ്മുടെ ഹേസുവിൻ്റെ പിക്ക് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് സാഡായിട്ട് ഇരിക്കുകയാണ്. ഹേസുവിന് എന്ത് പറ്റുമെന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ അവിടേക്ക് വന്ന് കഴിഞ്ഞിട്ട് ഇവൾ ഹഗ് ചെയ്തിട്ട് പറയാണ്, സോറി ഞാൻ ആ സമയത്ത് കുറച്ച് ബിസി ആയിരുന്നു, അതാണ് നിൻ്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് ചോദിക്കേണ്ടത്, നീ ഓക്കെ അല്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയേണ്ടത്, എനിക്ക് കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലാവും, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയേണ്ടത്, അത് നിൻ്റെ ഫ്രണ്ടാണ് ഹേസോ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്, നിങ്ങൾ ക്ലോസ് ആയിരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഡ്രൈവ് ചെയ്യാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ
ഹീറോയിൻ അവന് ഫോട്ടോ കാണിച്ച് കൊടുത്തില്ലേ, അതൊക്കെയാണ് അവൻ ആലോചിക്കണത് കേട്ടോ. കാരണം നമ്മുടെ ഹീറോൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, നമ്മുടെ ഹീറോ എന്തൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ആലോചിക്കുന്നുണ്ട് ഇവളെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇവൾക്ക് ഇങ്ങനെ മെമ്മറി തിരിച്ചു കിട്ടുന്നൊക്കെയാണ് അവൻ തിങ്ക് ചെയ്യണത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്, ഹീറോയിനും ഹേസും ഹീറോയും തമ്മിലുള്ള ഫോട്ടോസ് ഇവൾ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹേസിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ ഹിൻസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഫോട്ടോ കാണിച്ചിട്ട് ഈ ലേഡിനെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഓഫീസറിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഹേസിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിൽ എന്തോ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോൻ്റെ വീടാണ് കാണിക്കുന്നത്. ഹീറോൻ്റെ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്നെ മറന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തൊന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ ഓർമ്മ കിട്ടുന്നില്ല. ഹീറോ പറയുന്നുണ്ട് ഇവളെൻ്റെ ഫ്രണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഹായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലത്തെ റിങ് കാണുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് ആണ്. എന്നിട്ട് പറയാണ്, ഓ ഇത് നൈസാണ്, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള റിങ്ങാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നീ ലൈക്കാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ ബായ് പറഞ്ഞിട്ട് അവളാണെങ്കിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ പെണ്ണിൻ്റെ അടുത്ത് പറയാണ്, നമ്മുടെ ഹീറോയിൻ്റെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം, അവളെ വാച്ച് ചെയ്യണം, അതാണ് എൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഈ പെണ്ണ് എന്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവള് പറയാണ് നിൻ്റെ ടേസ്റ്റൊക്കെ മൊത്തത്തിൽ മാറിപ്പോയില്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവളുടെ ഫോണൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവള് പറയുന്നുണ്ട് നമുക്കൊന്ന് റൈഡിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവളുടെ കാറ് എടുത്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറയാണ് ആക്സിഡൻറ്റിന് ശേഷം നിൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോയി, നിനക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ഡ്രൈവ് ചെയ്ത് പോവാണ് കേട്ടോ. ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ പെണ്ണൊക്കെ എന്തൊക്കെ സംസാരിക്കേണ്ടി ഇവരൊരു ബാറിലേക്കാണ് പോണത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. നമ്മുടെ ഹേസും ഹീറോയിനും കൂടി ബാറിൽ വന്നിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് ടൈം. ആ ടൈമിലാണെങ്കിൽ രണ്ട് പയ്യന്മാരാണെങ്കിൽ ഇവരുടെ ഡ്രിങ്ക്സിൽ എന്തോ പൊടി കലർത്തിണ്ടായിരിക്കും. അതിലൊരു ഗ്ലാസ് നമ്മുടെ ഹീറോയിനും ഒരു ഗ്ലാസ് ഹേസും കുടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ രണ്ട് ചെക്കന്മാരിങ്ങനെ പിടിച്ചു കൊണ്ടുപോകണം നമ്മുടെ ഹീറോയിനാണെങ്കിൽ കാണുന്നുണ്ട്. ഇവൾ നോക്കുന്ന ടൈമിൽ ആ കുപ്പിങ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് മനസ്സിലാവേണ്ടത് എന്തോ മയക്കുമരുന്നാണെന്ന്. ആ സമയത്ത് ഇവളടുത്ത് മിസ്ബിഹേവ് ചെയ്യാണ് ഹേസിൻ്റെ അടുത്ത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹേസിനെ അന്വേഷിച്ച് നടക്കാണ് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ ഹേസിനെ കാണുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഈ ചെക്കന്മാർക്ക് ഇട്ട് നല്ല വില കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹേസിനാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹേസിനോട് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ ചോദിക്കുമ്പോൾ ഇവളും ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹേസ് പറയാണ് ശരിക്കും നമ്മൾ രണ്ടുപേരും ബാസ്റ്റേഴ്സാന്ന് പറയേണ്ടത്, കാരണം നമുക്ക് ആരുമില്ല, ആൾക്കാരുണ്ടെങ്കിലും ആരില്ലാത്ത പോലെയൊക്കെയാണ് നമ്മൾ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൾ ഫീൽ ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹേസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നീട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഡോക്ടറെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. അതായത് നമ്മുടെ ഹീറോയിന് മെമ്മറി തിരിച്ചു കൊടുക്കുന്നതാണ് അവൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ക്യൂരിയസിറ്റി ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് ഞാൻ അവളുടെ ഗാർഡിയനാന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. അവൻ്റെ അസിസ്റ്റൻറ്റ് വന്ന് കഴിഞ്ഞിട്ട് വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തൊക്കെ ആലോചിക്കാൻ കേട്ടോ. നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. അവൾക്ക് മെമ്മറി തിരിച്ചു കിട്ടുമോ ഇല്ലെന്നൊക്കെയാണ് അവൻ തിങ്ക് ചെയ്യണത് കേട്ടോ. അതിനുശേഷം അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ വീണ്ടും ആ സ്റ്റുഡിയോയിലേക്ക് വരാണ്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ നമ്മുടെ ഹേസിനെ കുറിച്ചുള്ള മെമ്മറീസ് കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. നമ്മുടെ ഹേസ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹേസ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആണെങ്കിലും അവൾക്ക് ഭയങ്കരമായിട്ട് സാഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് അവൾ ആലോചിക്കണം. എന്നിട്ട് ഇവൾ പറയാണ് എനിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിന് ആക്ച്വലി മെമ്മറി ഒന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവൾ ആക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഹേസിന് എന്ത് പറ്റി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ തിങ്ക് ചെയ്യണത്. പിന്നീട് അതിന് ശേഷം നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ആലോചിക്കുകയാണ്, ഫ്ലാഷ് ബാക്ക്. നമ്മുടെ ഹേസ് ഉണ്ടല്ലോ, ഹേസിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹേസിൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ഹീറോ. എന്നിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹേസ് ഇവനെ ഹഗ് ചെയ്യേണ്ട ആ ടൈമിൽ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവൾക്ക് എന്തോ അൺകംഫർട്ടബിൾ ഫീൽ ആയിട്ട് ഇവളാണെങ്കിൽ പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹേസ് ആണെങ്കിൽ ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും കൂടി ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഓൾറെഡി നമ്മുടെ ഹീറോയ്ക്ക് ഹേസിനെ അറിയാം. എന്നിട്ടാണ് അവനാണെങ്കിൽ അവൾ ഫോട്ടോ കാണിച്ച് കൊടുത്തപ്പോൾ ജസ്റ്റ് ഫ്രണ്ടാണ്, ക്ലോസ് ആണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ഹേസ് ആണെങ്കിൽ കുറച്ച് ഇമോഷണലായി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ആ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹേസിൻ്റെ ഡ്രസ്സ് ഇടും. അപ്പോൾ ഈ സമയത്ത് ഹീറോ പിറകിക്കൂടെ വന്നിട്ട് അവളെ കിസ് ചെയ്യേണ്ടി. എന്നിട്ട് അവൻ കാണുമ്പോൾ അയ്യോ സോറി ആൾ മാറിപ്പോയി, ഞാൻ ഹേസാന്ന് വിചാരിച്ചെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് കുഴപ്പമില്ല, എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ അവളുടെ ഡ്രസ്സ് ഇട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹേസാണെങ്കിൽ നല്ല ഫിറ്റൊക്കെ ആയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ഹേസും ഉണ്ടല്ലോ, അവർ തമ്മിൽ കുറച്ച് ഇതായിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ളതാണ്. ഹേസും ആണെങ്കിൽ എന്തോ സ്ലീപ്പിങ്സ് ഒക്കെ കഴിക്കേണ്ട ആ സമയത്ത് ഇവനാണെങ്കിൽ തട്ടി മാറ്റിയിട്ട് പറയാണ് നീ ഇപ്പോഴിത് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അവർ തമ്മിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഹീറോയിൻ നടന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ഇവളോട് പറയുന്ന വണ്ടിയിൽ കയറാൻ പറയുന്നുണ്ട്
പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഞാൻ കയറില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനും അവൻ്റെ ഒപ്പം പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ ഒരു പ്ലേസിൽ വന്നിട്ട് നമ്മുടെ ഹേസിനെ കുറിച്ച് പറയാണ് നമ്മുടെ ഹീറോ. അതായത് നമ്മുടെ ഹേസു ഇപ്പോഴും ആ സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ കഴിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് എന്താ തോന്നുന്ന അറിയില്ല, ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാവണില്ല. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ഹീറോയിൻ തിങ്ക് ചെയ്യാണ്. എന്നിട്ട് പറയാണ് നിനക്ക് എന്താ പറ്റും എനിക്ക് അറിയണം, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഹീറോ എന്നെ നിന്ന് ഹൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിൻ ഡോക്ടറെ കാണാൻ വന്നേക്കാണ്. അപ്പോൾ ഈ സമയത്ത് ഡോക്ടറാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആക്ച്വലി നിങ്ങളുടെ മെമ്മറൊക്കെ തിരിച്ച് കിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ശരിക്കും ഡോക്ടറാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയുന്നുണ്ട്. നിനക്ക് ഒരു കുഴപ്പമില്ല, നീ ഫുള്ളും ഓക്കെയാണ്, നിൻ്റെ മെമ്മറിക്കൊന്നും യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടെന്ന് നമ്മുടെ ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് തൽക്കാലം ഇങ്ങനെ തന്നെ തുടരട്ടെ, എനിക്കൊരു കാര്യം കണ്ടുപിടിക്കാണ്ട് ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനും ആ ഓഫീസറും കൂടി പോവാണ്. അപ്പോൾ ഈ ടൈമിൽ അവിടേക്കാണെങ്കിൽ ഒരു പയ്യൻ വരുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ്. എന്നിട്ട് ഈ ഓഫീസർ പറയുന്നുണ്ട് നമുക്ക് ഇവനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനും ആ ഓഫീസറും കൂടിയിട്ട് ആ പയ്യനെ ഫോളോ ചെയ്ത് പോവാണ് കേട്ടോ. ആ ചെക്കനാണെങ്കിൽ കാർ എടുത്ത് പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പിറകെ നമ്മുടെ ഹീറോയിനും ആ സാറും കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഈ പയ്യനാണെങ്കിൽ എന്തോ ഒരു ഓണറാണ്, ബിസിനസ്മാനാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവർ ഗ്യാങ്സ്റ്ററും കൂടിയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ട് ഇത്ര ഫാസ്റ്റായിട്ട് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഫീസർ പറയേണ്ടത് ഫാസ്റ്റായിട്ട് പോകണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ പയ്യനാണെങ്കിൽ അവൻ്റെ ബാറിലേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ നമ്മുടെ സാറും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ഹേസായിട്ട് മുന്നേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ഈ പയ്യൻ. അപ്പോൾ ഹേസിൻ്റെ മിസ്സിങ്ങിന് പിറകിൽ ഇവനുണ്ടോ എന്നാണ് അവൾക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സാറിനെ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ പയ്യനെ ഫോളോ ചെയ്യണത് കേട്ടോ. അങ്ങനെ സാർ പറയുന്നുണ്ട് എന്തായാലും നിനക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ചെക്കനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ആ ചെക്കനാണെങ്കിൽ ഒരു ബാറിൻ്റെ അവിടെ വന്ന് ഇറങ്ങേണ്ട, അത് അവൻ്റെ സ്വന്തം ബാറാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനും ആ സാറും അവനെ തൊട്ട് പിറകിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ സാറാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പയ്യൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം, അതിന് വേണ്ടിയിട്ടുള്ളത് ഈ സാറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഫസ്റ്റ് ടൈം പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല എന്ന്. പക്ഷേ നമ്മുടെ സാറ് പറഞ്ഞിട്ട് പറ്റില്ല, നീ ഇത് എന്തായാലും ചെയ്തേ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഡീറ്റെയിൽസ് കിട്ടി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ആ ബാറിൽ പോയിട്ടുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഓണറെ കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവൾ മെനു കാർഡ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ആ പയ്യൻ വരുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ ലേഡിയുടെ അടുത്ത് സംസാരിച്ച് വരാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട്. ഇവളടുത്ത് സംസാരിക്കാൻ വരുന്ന ടൈമിൽ കറക്റ്റ് ഓഫീസർ വന്നു കഴിഞ്ഞിട്ട് സംസാരിക്കണേ എൻ്റെ ഭാര്യയുടെ അടുത്ത് എന്താണ് നീ മിസ്ബിഹേവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ കാരണമാണ് എൻ്റെ ഭാര്യ എനിക്ക് ഡിവോഴ്സ് തരാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു കേട്ടോ. ഈ പയ്യൻ ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കില്ല, വെറുതെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഇവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണമല്ലോ, അതിന് വേണ്ടി നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെക്കൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇവളാണെങ്കിൽ അത് കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് ഇയാൾ പറയാണ് എൻ്റെ ഭാര്യനെ എനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഈ പയ്യൻ്റെ അടുത്ത് വെറുതെ ഇഷ്യൂ ഉണ്ടാക്കുകയാണ്. പയ്യൻ പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പയ്യനാണെങ്കിൽ ഇവൻ്റെ സ്റ്റാഫ്സിനൊക്കെ വിളിച്ച് കണ്ട് ഇയാളെ പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവള് 97% ആയിട്ടുണ്ട്. ആ പയ്യനാണെങ്കിൽ അകത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്നൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പയ്യൻ ചോദിക്കണം നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇയാൾ വന്നിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഈ പയ്യൻ പറയുകയാണെങ്കിൽ ഇയാൾ പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇയാളാണെങ്കിൽ പിടിച്ച് അവിടെ ആൾക്കാരെ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കോപ്പി എടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിനുശേഷം ഈ പയ്യനാണെങ്കിൽ ഇയാൾ അടിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെക്കനെ അടിക്കുന്നുണ്ട്. ഈ ചെക്കനാണെങ്കിൽ ചെക്കൻ്റെ അടുത്താണെങ്കിൽ ഫ്രണ്ട്സ് പറയാണ് ഇത് ഓഫീസറാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ചെക്കനെ ഓടുന്നുണ്ട്. ഹീറോയിൻ ഈ ചെക്കനെ പിന്നിക്കൂടെ ഫോളോ ചെയ്ത് ഓടുന്നുണ്ട് കേട്ടോ. ഹീറോയിൻ പറയുന്നുണ്ട് നിൽക്കാൻ പക്ഷേ ഈ ചെക്കനാണെങ്കിൽ നിൽക്കണില്ല കേട്ടോ. അങ്ങനെ ഈ ചെക്കനെ ഓടി അവസാനം ഈ ചെക്കനാണെങ്കിൽ ആക്സിഡൻ്റ് ആവാണ്. കാർ ഇടിച്ച് ആ ചെക്കൻ ഓൺ ദ സ്പോട്ടിൽ അവിടെ മരിക്കാൻ പോകണം. ഈ ടൈമിൽ ഹീറോയിൻ കണ്ട് ഷോക്ക് ആവാണ്. എന്നിട്ട് ഈ പയ്യൻ പറയാണ് നീ കാരണം 2 പേരും മരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ സ്റ്റക്കായി നിൽക്കുന്നിടത്താണ് ഈ എപ്പിസോഡ്സ് ഉണ്ടാവണത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.